പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം അത് ഇവിടുത്തെ ഈ പൊതുദർശന ചടങ്ങ് നേതൃത്വം നൽകുന്നുണ്ട്. പോലീസും കൂടി അവരെ സഹായിക്കുന്നുണ്ട്. മൃതദേഹം ഇവിടെ പൊതുദർശനം ഇപ്പോൾ നടക്കുകയാണ്. പൊതുദർശനം കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാം കൂടെയൊക്കെ അവസാനവട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സമീപത്തുള്ള ശ്മശാനത്തിൽ മറവ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് പക്ഷേ ഒരു മണിക്കൂറോ 2 മണിക്കൂറിനകം തന്നെ ഒരുപാട് നിർത്തിയിരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഇവിടെ വന്ന ആൾക്കാരിൽ ഒരു 40% പേർക്ക് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറെ കൂടി ആൾക്കാർ കാണണം. മാത്രമല്ല ഇനിയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അവസാനമായി നിന്ന് കാണുന്നതിന് വേണ്ടി. അത് പൂർത്തീകരിച്ചിട്ട് എന്തായാലും അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർക്ക് അവസാന നിമിഷം കാണാനും മറ്റു ചടങ്ങുകൾ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടായിരിക്കും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. സമീപത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ ആംബുലൻസിൽ നിന്ന് നടന്നു വന്നതിന്റെ അവിടെ നിന്ന് ഒരു 800 മീറ്റർ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ശ്മശാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആയിരിക്കും അനന്തുവിന് അന്ത്യവിശ്രമങ്ങൾ ഇവിടെ മറവ് ചെയ്യുകയാണ് ഇവിടുത്തെ രീതി. ആ രീതി അനുസരിച്ച് ആ കുട്ടിയെ ശ്മശാനത്തിൽ മറവ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഷോക്കേറ്റ് മരിച്ച മീൻ പിടിക്കുന്നതിനിടെ അന്നിക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ച അനന്തു എന്ന് പറയുന്ന ജിത്തുവിന്റെ അസ്ലം, ഈ മൃതദേഹം സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ആംബുലൻസ് നിർത്തിയതിനു ശേഷം ആളുകൾ ചുമന്നുകൊണ്ടാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഈ അനന്തുവിന്റെ വീട് നിൽക്കുന്ന ഈ സ്ഥലം ഇത് ശരിക്കും വനമേഖല തന്നെയാണോ? ഇത്തരത്തിൽ പതിവായി വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ ഇത്? ഇവിടുത്തെ ഒരു വനമേഖലയുടെ ഭാഗം തന്നെയാണ് ഈ വെള്ളക്കെട്ട എന്ന് പറയുന്ന സ്ഥലം. വെള്ളക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ വനമേഖലയാണ് ചുറ്റും. പിന്നെ വന്യജീവി ശല്യം എല്ലാം ഇവിടെ ഉള്ളതാണ്. നമ്മൾ രാവിലെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വന്യജീവികളും വരുന്ന സ്ഥലമാണ്. കാട്ടുപന്നികളും പരമായി തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ കൃഷിയിടത്തിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ തടയാൻ വേണ്ടി ഫെൻസിങ് അല്ല, പകരം കാട്ടുപന്നികളെ സ്ഥിരമായി വേട്ടയാടി ഈ ഷോക്കേറ്റ് മരിച്ചു വീഴുന്ന കാട്ടുപന്നികളെ വിൽപ്പന ചെയ്യുന്ന അനീഷ് എന്ന ആളാണ് പിന്നെ ഇവിടെ അങ്ങനെ സ്ഥാപിച്ചത്. നമ്മൾ രാവിലെ അതിന്റെ സ്പോട്ടിൽ പോവുകയും ലൈനിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ നിന്നൊരു നേരിട്ടൊരു വയർ വലിച്ച് ഒരു മുളയുടെ സഹായത്തോടു കൂടി താഴേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിൽ തോട്ടിന്റെ പല സ്ഥലങ്ങളിലായി കുറുകെ ഈ ലൈൻ കെട്ടിയിരിക്കുകയാണ്. അതിലേക്ക് ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് അത് വൈദ്യുതി ഓൺ ആക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി അവിടെ അതുവഴി പോകുന്ന കാട്ടുപന്നികൾ അതേറ്റ് ഷോക്കേറ്റ് വീഴുകയും പിന്നെ അതിനെ എടുത്തുകൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അത് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഇന്നലെ അതിൽ ഒരു കുരുക്കിൽ വീണത് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനാണ്. അവർക്കൊപ്പം 4 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് കൂടി ഷോക്കേറ്റു. 2 പേരുടെയും ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ആ 2 പേരുടെ നില അത്ര ഗുരുതരമല്ല. അതിലൊരാളെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിത്തുവിനെ അവസാനമായി ഇന്ന് കാണിക്കാനായി യദുകൃഷ്ണനെ കൊണ്ടുവന്നു. എന്നിട്ട് ഷാൻ മാത്രമാണ് ഇനി ആശുപത്രിയിലുള്ളത്. 2 പേരുടെയും അവർ 2 പേരും അപകട തടം ചെയ്യുകയും സ്ഥലപരിക്കലൂടെ രക്ഷപ്പെടുകയും ചെയ്തതെന്ന് മാത്രമാണ് നമുക്ക് ആശ്വാസം. പക്ഷെ യദുവിന്റെ കാര്യത്തിൽ ഇതുണ്ടായില്ല. യദുവിന് ആണ് ആദ്യമേ ഷോക്കേറ്റത്, സാരമായ ഷോക്കേറ്റിരുന്നു. അപ്പോ ആശുപത്രിയിൽ എത്തിച്ചു, മരണം സ്ഥിരീകരിച്ചു. പിന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്തുവിന്റെ മൃതദേഹവുമായി നേരെ ആംബുലൻസ് വന്നത് സ്കൂളിലാണ്. സ്കൂളിലെ ചങ്ങായിമാരുടെ ഇടയിലാണ് അവർ അന്ത്യമായി കണ്ട് അധ്യാപകരും മറ്റുമൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ അടുത്ത് നിൽക്കുക, നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല. സുഹൃത്തുക്കളാണ് വലിയ വേദനയിലാണ്. അതെ, അവരുടെ സങ്കടം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയതേ ഉള്ളൂ. വളരെ കുറച്ച് 2-3 ദിവസം മാത്രമാണ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. സന്തോഷത്തോടെ, കളിച്ചിരികളോടെ, സ്വപ്നങ്ങളോടെ മറ്റൊരു അധ്യയന വർഷത്തെ കാത്തിരുന്ന കൂട്ടുകാരൊക്കെയായി സ്വപ്നങ്ങളും മറ്റും പങ്കുവെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ
ഇങ്ങനെയൊരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്ലം, നേരത്തെ പറഞ്ഞല്ലോ ഈ മേഖല എന്ന് പറയുന്നത് വന്യമൃഗ ശല്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെണികളൊക്കെ വെക്കുന്നത് സ്ഥിരം സംഭവമാണ്. ഈ കുട്ടികൾ ഇവർ സ്ഥിരമായി ഇവിടെയൊക്കെ മീൻ പിടിക്കാനും കുളത്തിലേക്കും ഒക്കെ പോകുന്നതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് ഇന്നലെ പോയ സ്ഥലത്ത് ഇത്തരത്തിൽ കെണികൾ ഉള്ളതായതൊന്നും കുട്ടികൾക്ക് അറിയില്ലായിരുന്നു എന്നാണോ?